ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് എന്താ ഇലക്ട്രിക് എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇതാണ് നമ്മൾ പാഠത്തിന്റെ പേര്. ശ്രദ്ധിക്കും. നിങ്ങൾ ഓക്സിഡേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഓക്സിഡേഷൻ? വെരി ഗുഡ്. ഞാൻ അറിയുന്ന ആൾക്കാരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കണം കേട്ടോ. അറിയുന്ന ആൾക്കാർ പറഞ്ഞു, അറിയാത്ത ആൾക്കാർ കേട്ടിരിക്കുക. അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നു. അതിന്റെ വിപരീതത്തിന് വിളിക്കുന്ന പേരോ, ഇലക്ട്രോൺ നേടുന്നതിന് പറയുന്ന പേരോ റിഡക്ഷൻ. ഇത് നിങ്ങൾക്കറിയാം അല്ലെ? ഓക്സിഡേഷനും റിഡക്ഷനും അത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമാണ്. ഈ ഓക്സിഡേഷനും റിഡക്ഷനും, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓക്സിഡേഷനിലൂടെയോ റിഡക്ഷനിലൂടെയോ നടക്കുന്ന ഒന്നാണ്. നമ്മൾ 8ലും 9ലും ഒക്കെ ആയിട്ട് എന്താണ് കെമിസ്ട്രി എന്നുള്ളതും കെമിക്കൽ റിയാക്ഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുണ്ട്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങൾ അല്ലെങ്കിൽ ഒരേപോലുള്ള ആറ്റങ്ങൾ തമ്മിൽ പരസ്പരം ചേർന്ന് നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ പങ്കുവയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ആ പ്രവർത്തനമാണ് രാസപ്രവർത്തനം എന്ന് പറഞ്ഞു. അവിടെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന ആ ആറ്റത്തിനെ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ എന്നും, ലഭിക്കുന്ന ആറ്റത്തിനുണ്ടാകുന്ന ആ പ്രവർത്തനമാണ്, ലഭിക്കുന്ന ആറ്റത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? റിഡക്ഷൻ എന്നും നമ്മൾ വിളിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. നമ്മള് ഇതാ ഒരു പാത്രത്തില്, അതായത് ഒരു പാത്രത്തില് ഗ്ലാസ് ടംബ്ലറിൽ ഒരു ലായനി എടുക്കുന്നു. എന്താ ലായനി? CuSO4. എന്താ ലായനിയുടെ പേരെന്താ? CuSO4. ഈ CuSO4 ലായനിയിൽ നമ്മളൊരു സിങ്കാണി, എന്താണ് സിങ്കാണി? സിങ്കാണി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്തുട്ടാ? സിങ്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരാണി അല്ലെ? എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആണി? സിങ്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരാണി. ഈ ആണി നമ്മൾ അതില് ZN ആണിയുടെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ZN. ഈ ആണി നമ്മൾ അതിൽ മുക്കുന്നു. മുക്കിയിട്ട് എടുത്ത് പുറത്തേക്ക് എടുക്കുമ്പോ കാണാം സിങ്കാണി ചെമ്പാണിയായി മാറിയിട്ടുണ്ടാവും. സിങ്കാണി എന്താ ആണിയായിട്ട് മാറിയിട്ടുണ്ടാവും? ചെമ്പ് ആണിയായിട്ട് മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ പ്രവർത്തനം നടത്തിയ പാത്രവും ആ പാത്രത്തിലുള്ള ദ്രാവകവും നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ ചെമ്പ് എവിടുന്ന വന്നെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എവിടുന്നായിരിക്കും? കോപ്പർ സൾഫേറ്റ് അല്ലെ? കോപ്പർ സൾഫേറ്റ്. അപ്പൊ ഇവിടെ കോപ്പർ സൾഫേറ്റിലെ കോപ്പർ എന്ന് പറയുന്ന സാധനം സിങ്കുമിലേക്ക് പറ്റിപ്പിടിച്ചു. അതാണ് അവിടെ നടന്ന പ്രവർത്തനം. അങ്ങനെ സിങ്കാണി എന്തായിട്ട് മാറി? ചെമ്പാണിയായിട്ട് മാറി. ഇവിടെ നടന്ന പ്രവർത്തനം എന്തായിരിക്കും എന്നൊന്ന് ഊഹിച്ചു പറയാൻ പറ്റും. ഈ കോപ്പർ സൾഫേറ്റിലെ കോപ്പർ എങ്ങനെ സിങ്കിലേക്ക് പറ്റിപ്പിടിച്ചു? എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? സിങ്ക് തുരുമ്പിനെ വലിച്ചെടുക്കും. നമ്മൾ ജ്യൂസ് വലിച്ചൊക്കെ, നമ്മൾ ഈ ജ്യൂസൊക്കെ വലിച്ചെടുക്കണ പോലെ അല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണോ?
ഇതെങ്ങനെ അട്രാക്റ്റഡ് ആവുന്നു, എങ്ങനെ അട്രാക്റ്റഡ് ആവുന്നു? സിങ്ക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് ആണോ, കാന്താണോ? കോപ്പറിനെ വലിച്ചെടുക്കുന്ന കാന്തമാണോ സിങ്ക്? എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടായിരിക്കുക? അപ്പോ അതെങ്ങനെയാ, എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടായിരിക്കുക? നമുക്കൊന്ന് നോക്കല്ലേ, പരിശോധിച്ച് നോക്കല്ലേ? അല്ല, നമുക്കൊന്ന് നോക്കാം, നമുക്ക് ഒരുമിച്ച് നോക്കാം എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ CU എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. കോപ്പർ, CU എന്ന് പറഞ്ഞാൽ കോപ്പർ എവിടെയാ? CU പാത്രത്തില്, പാത്രത്തില് വെള്ളത്തില് എന്നല്ല, CuSO4 ലായനി, വെള്ളത്തില്. ഓക്കെ, ലായനിയാണ്. ചേച്ചിയോട് മിണ്ടാണ്ടിരിക്കാൻ പറയട്ടാ. ഓക്കെ, അപ്പോ സാരില്ല, പോട്ടെ. നമ്മുടെ ചേച്ചിയല്ലേ, ക്ഷമിക്കാൻ. ഓക്കെ, അപ്പൊ CuSO4 നോക്കട്ടാ. CuSO4 എന്ന് പറയുന്നതില് ഈ Cu എന്ന് പറയുന്നത് എവിടെയാണ് ചോദിച്ചാൽ SO4ന്റെ കൂടെയാണ്. നമ്മൾ ഒരുമിച്ചാണ് ആലോചിക്കുന്നത് കേട്ടാ. നിങ്ങൾ എൻ്റെ ഒപ്പം ആലോചിക്കണ്ടല്ലോ അല്ലേ? Cu ആരുടെ കൂടെയാണ്? SO4ന്റെ. എന്താണ് ഈ CuSO4ന്റെ കൂടെ ആവാൻ കാരണം? എന്തുകൊണ്ട് CuSO4ന്റെ ഒപ്പം നിൽക്കുന്നു? CuSO4 എന്ന് പറയുന്ന രൂപത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു. കെമിക്കൽ ബോണ്ടിങ്ങിലൂടെയാണ്, സമ്മതിച്ചു. അങ്ങനെ ഒരു കെമിക്കൽ ബോണ്ടിങ് നടക്കുന്നതിന്റെ കാരണം നമ്മൾ 8ലും അതാണ്, അവിടെയാണ് നമ്മൾ പറയുന്നത്. സ്റ്റെബിലിറ്റി കിട്ടാൻ അവിടെ നിന്നാണ് നമ്മൾ 8 എന്നാണ് ഈ വരുന്നത്. 8ാം ക്ലാസ്സിലേക്കാണ് ഇപ്പൊ പോയത്. എന്തുകൊണ്ട് Cu, ഇപ്പൊ നമ്മൾ പറയില്ലേ നമുക്ക് ചുറ്റും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എന്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഓക്സൈഡും ഒരുമിച്ച് നിൽക്കുന്നു? കാരണം അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറയുമ്പോൾ അത് O2 എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. 2 ഓക്സിജൻ ഒരുമിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു? ഒരു ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല അല്ലേ? വെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത് H2O ആണ്, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ്. എന്തുകൊണ്ട് ഹൈഡ്രജനും ഓക്സിജനും ഒരുമിച്ച് നിൽക്കുന്നു? ഹൈഡ്രജനും ഓക്സിജനും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഹൈഡ്രജൻ ഓക്സിജനെ ഒപ്പം വിളിക്കുകയാണ്. ഹൈഡ്രജൻ ഓക്സിജനെ, അല്ലെങ്കിൽ ഓക്സിജൻ ഹൈഡ്രജന് കൂടെ കൂട്ടുകയാണ്. ഓക്സിജൻ പറയാണ് ഹൈഡ്രജനോട്, വാ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് 2 പേർക്കും അവിടെ സ്റ്റെബിലിറ്റി കിട്ടുക. എന്നാൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാതെ തന്നെ സ്റ്റെബിലിറ്റി കിട്ടുന്ന മൂലകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മൂലകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരുമിച്ച് നിൽക്കുമ്പോ കുഴപ്പമില്ലാത്ത മൂലകങ്ങൾ ഏതാ? നോബിൾ ഗ്യാസസ്. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹീലിയം അല്ലെ? ഹീലിയം ഒരു എന്താണ് ഒരുമിച്ച് നിൽക്കുന്ന, അല്ല ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു നോബിൾ ഗ്യാസ്. നോക്കൂ, അപ്പോ ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇത് 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം നമുക്ക് മനസ്സിലായി. അതേപോലെ ഇവിടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, Cuവും SO4ഉം എന്തുകൊണ്ട് ഇവിടെ ഒരുമിച്ച് നിന്നു? ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോ ഒന്ന് പറയൂ. Cuനും ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല, SO4നും സാധിക്കില്ല. അപ്പോൾ Cu SO4 ഒരുമിച്ച് നിൽക്കുന്നു. ഇവിടെ ഇവര് 2 കൂട്ടർ ഒരുമിച്ച് നിൽക്കുമ്പോൾ, അങ്ങനെ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഒന്നുകിൽ ഇലക്ട്രോണുകളെ അവർ പങ്കുവെക്കണം, അല്ലെങ്കിൽ ഒരാൾ ഇലക്ട്രോൺ കൊടുക്കുകയും മറ്റാൾ ഇലക്ട്രോൺ വാങ്ങുകയും ചെയ്യാം. ഇവിടെ ഇലക്ട്രോൺ കൊടുക്കുകയും വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം കൂടി. ഇവിടെ ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക? ആരാണ് വാങ്ങിയിട്ടുള്ള ആളായിരിക്കുക? SO4. അപ്പോ ശരിക്കും നമ്മൾ 8ാം ക്ലാസ്സിൽ ഇതൊക്കെ 8ലോ 9ലോ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. Cu എന്ന് പറയുന്ന സാധനം, CuSO4 നമ്മൾ എഴുതുകയാണെങ്കിൽ ഈ Cu എന്ന് പറയുന്നതിന്റെ മുകളിൽ നമുക്ക് എങ്ങനെ എഴുതാം? +2. SO4 എന്ന് പറയുന്നത് ഒരുമിച്ച് അത് -2, ഒരുമിച്ച് നമ്മൾ -2 എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഇങ്ങനെ എഴുതാം. ഓക്കെ,
ഇവിടെ +2 എന്ന് പറഞ്ഞാൽ ഈ Cu എന്ന് പറയുന്നതിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോ ഇതിങ്ങനെ നിൽക്കുന്നത്. ശരിയാണല്ലോ? അപ്പൊ അങ്ങനെയുള്ള ഈ CuSO4 എന്ന് പറയുന്ന ലായനിയിലേക്ക് സിങ്ക് നമ്മൾ താഴ്ത്തുമ്പോൾ ആ സിങ്ക് എന്തായിട്ട് മാറുന്നു? ചെമ്പാണിയായിട്ട് മാറുന്നു. സിങ്കാണി ചെമ്പാണിയായിട്ട് മാറുന്നു. സിങ്കാണി എന്തായിട്ട് മാറുന്നു? ചെമ്പാണിയായിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ ഈ ചെമ്പ് എവിടുന്ന് വന്നു? നമ്മൾ ഒരുമിച്ച് ആലോചിക്കണം കേട്ടാ, പ്രവർത്തനം ഒരുമിച്ച് ആലോചിക്കണം കേട്ടാ. നിങ്ങൾ ആലോചിക്കണ്ടല്ലോ അല്ലേ എൻ്റെ കൂടെ? കോപ്പർ സൾഫേറ്റിന്ന് എന്ത് വന്നു? Cu വന്നു. അപ്പോ കോപ്പർ വന്നു. Cu വന്നു. അപ്പൊ കോപ്പർ സൾഫേറ്റിന്ന് കോപ്പർ പോരുമ്പോൾ SO4 ഉപേക്ഷിച്ചിട്ടല്ലേ കോപ്പർ പോരണത്? ശരിയല്ലേ? ഞാൻ പറയണത് ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ പറയണത് ഇങ്ങനെ ശരിയല്ലേ നോക്കൂ. കോപ്പർ എന്ന് പറയുന്ന സാധനം SO4 ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് പോരുകയാണ്. ഏതുമിലേക്ക് പോരുകയാണ്? സിങ്കിലേക്ക് പോരുകയാണ്. അങ്ങനെ SO4 ഉപേക്ഷിച്ച് കോപ്പർ പോകുന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പോരാൻ കാരണം? അവിടെ നമുക്ക് വേറൊരു തരത്തിൽ പറയാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെയും പറയാം. കോപ്പറിന് SO4 സ്റ്റെബിലിറ്റി കൂടുതൽ സിങ്കിന്റെ ഒപ്പം എന്ന് പറയുന്നത് ഒരു നല്ല ചിന്തയാണ്. പക്ഷേ ഇവിടെ SO4 കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ SO4 സ്റ്റെബിലിറ്റി കിട്ടുമോ? SO4 സ്റ്റെബിലിറ്റി വേണ്ടേ? SO4 വേണ്ട സ്റ്റെബിലിറ്റി. SO4 അപ്പൊ സ്റ്റെബിലിറ്റി എങ്ങനെ കിട്ടും? നോക്കുക, SO4 എന്ന് പറയുന്ന സാധനം, ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. Cuവും SO4 നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇതില് നമ്മൾക്ക് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ആളാണ് കോപ്പർ, വാങ്ങുന്ന ആളാണ് SO4. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ആർക്കായിരിക്കും? സിഒക്ക് SO4 അല്ലേ? സംശയമില്ലല്ലോ. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആരെയും അല്ലെ? എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണുകളെ വാങ്ങിച്ചെടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവ്. നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിനെ വാങ്ങിയെടുക്കാനുള്ള സാമർത്ഥ്യത്തിനെ, നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് വാങ്ങിച്ചെടുക്കാനുള്ള സാമർത്ഥ്യത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോണിനെ വാങ്ങിച്ചെടുക്കാനുള്ള കഴിവ് അത് SO4 കൂടുതൽ. അതുകൊണ്ടാണ് SO4 Cuന് ഇല്ല. Cuന്റെ കയ്യിൽ നിന്ന് SO4 വാങ്ങണത്. അപ്പോ SO4 Cuന് ഉപേക്ഷിച്ചു. ശരിക്കും അതാണ് അവിടെ സംഭവിച്ചുള്ളത് അല്ലെ? SO4 ആര് ഉപേക്ഷിച്ചു? Cuന് ഉപേക്ഷിച്ചു. അങ്ങനെ SO4 Cuന് അല്ലാതെ നമുക്ക് അല്ലെ? SO4 ശക്തനാണ്. നമ്മൾ നോക്കുമ്പോൾ ശക്തൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പിടിച്ച് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് SO4. അതായത് അവിടെ Cuന്റെ ഇഷ്ടമാണോ SO4 ഇഷ്ടമാണോ അവിടെ നടക്കുക, പ്രവർത്തിക്കുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ആരുടെ ഇഷ്ടമായിരിക്കും? SO4. SO4 പറയുന്നതാണ് അവിടെ നടപ്പിലാവുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ SO4 Cuനെ വിട്ട് കളയണമെങ്കിൽ SO4 Cuനേക്കാൾ വില കുറവിന്, അങ്ങനെ പറയാം, വില കുറവിന് Cu കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് അതാണ് കുറഞ്ഞ വിലക്ക് ഇലക്ട്രോൺ കൊടുക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കണം. വേണ്ടേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? SO4 നമ്മൾ SO4 പറയാണ് നീ പോയി, SO4 പറയാണ് Cuനോട് പറയാണ് SO4 നീ പോയിക്കോ, നിന്റെ ആവശ്യമില്ല എന്ന് SO4 Cuനോട് പറയണമെങ്കിൽ Cuന് പകരം അവിടെ SO4 അടുത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടായിരിക്കും. ഇവിടെ പകരം ഒരാൾ വരുന്നുണ്ട്. ആരാണ് അയാൾ? സിങ്ക്.
അതായത് Cu എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ, Cu കൊടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിലും വേഗത്തിലും ഇലക്ട്രോണുകളെ കൊടുക്കാൻ ആര് തയ്യാറാണെന്ന് പറയുന്നത്? Zn കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ SO4 Cuവിനെ ഉപേക്ഷിച്ചിട്ട് ആരെ സ്വീകരിക്കുന്നു? സിങ്കിനെ സ്വീകരിക്കുന്നു. ഓക്കെ, അത് ഞാനിപ്പോ ഈ പറഞ്ഞത് നമുക്ക് ഒന്നും കൂടി പരിശോധിക്കാം, ശരിയാണോ എന്ന്. വീണ്ടും ഒരു പാത്രം എടുത്തു, ആ പാത്രത്തില് CuSO4 എടുത്തു, എന്നിട്ട് അതിൽ വീണ്ടും ഒരു ആണി മുക്കി. ഈ ആണി എന്താണിയാണെന്നറിയോ? വെള്ളിയാണി. എന്താണി? സിൽവർ. AG ഉണ്ടാ, സിൽവർ. നമ്മൾ സിങ്ക് മുക്കിയതുപോലെ തന്നെ വെള്ളിയും ഇതിൽ മുക്കി. കുറച്ചു നേരം കഴിഞ്ഞെടുത്തു, വെള്ളിയാണി ഇപ്പോൾ വെള്ളിയാണി തന്നെ, എന്തല്ല, ചെമ്പല്ല. അപ്പൊ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഒന്ന് പറഞ്ഞു നോക്കിയേ. SO4 പോയി എന്നല്ല പറയണത്, SO4 ആരുടെയും കൂടെ പോയില്ല. ഞാൻ പറഞ്ഞല്ലോ, SO4 മനസ്സിലായില്ല. SO4-നെ AGക്ക് വേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടി പറയാം. SO4 നേരത്തെ Cuനെ വിട്ടു. എന്തുകൊണ്ട് വിട്ടു? സിങ്കിനെ കുറച്ചുകൂടി ഇഷ്ടമായതുകൊണ്ട്, അങ്ങനെ തന്നെ പറയാം അല്ലേ? സിങ്കിനെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? വേഗം കൊടുക്കും, അതന്നെ, വേഗം കൊടുക്കും, അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കും. അപ്പോൾ SO4 ഇപ്രാവശ്യം വെള്ളിയാണി അതിന് മുക്കിയപ്പോൾ Cuനെ SO4 ഉപേക്ഷിക്കുന്നില്ല. എന്തായിരിക്കും അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞു നോക്കി. അതാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ നമ്മളപ്പോ പറയാ. നേരത്തെ നമ്മൾ പറഞ്ഞത് Cu കൊടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ, എളുപ്പത്തിൽ, വില കുറവിൽ ആര് കൊടുക്കാൻ തയ്യാറാകുന്നു? Zn കൊടുക്കാൻ തയ്യാറാകുന്നു. SO4 അതുകൊണ്ട് Cuനെ ഉപേക്ഷിക്കുന്നു, Zn-നെ എടുക്കുന്നു. എങ്കിൽ AG വന്നപ്പോ കഥ മാറി. എന്താ AG വന്നപ്പോ ഉണ്ടായത്? എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ കോപ്പർ ആണോ AG ആണോ വേഗത്തിൽ, എളുപ്പത്തിൽ, വില കുറവിൽ SO4-ന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺ കൊടുക്കുന്നത്? കോപ്പർ. അതുകൊണ്ട് SO4 ആരെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ ആരെ എടുത്തില്ല? AGനെ എടുത്തില്ല. ഓക്കെ, ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞൊക്കെ ക്ലിയർ ആയോ? ആരാ ഇല്ല എന്ന് പറയണ്ടല്ലോ? CuSO4-ല് നമ്മള് സിങ്കാണി മുക്കി, എടുത്തു നോക്കിയപ്പോൾ സിങ്കാണി ചെമ്പാണി. വീണ്ടും CuSO4-ന് നമ്മള് വെള്ളിയാണി മുക്കി, എടുത്തു നോക്കിയപ്പോൾ വെള്ളിയാണി തന്നെ. എന്തുകൊണ്ട്? ആദ്യം സിങ്കാണി മുക്കിയപ്പോൾ അത് ചെമ്പാണിയായി, എന്നാൽ വെള്ളിയാണി മുക്കിയപ്പോൾ അത് വെള്ളിയാണി തന്നെ. എന്തുകൊണ്ട് വെള്ളിയാണി ചെമ്പാണി ആയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് സിങ്കാണി ചെമ്പാണിയായി? ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. നിങ്ങളൊന്ന് പറയൂ. ഇത്ര നേരം ഞാൻ പറഞ്ഞു. അതൊക്കെ ആരെങ്കിലും ഇവിടെ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ, അത് ഇവിടെ ആർക്കും അറിയാത്ത കാര്യങ്ങൾ. അതിപ്പോ നിനക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ വാക്ക് എന്താന്ന്, അതൊന്നും അല്ല നമ്മൾ പറഞ്ഞത്. ഞാൻ ഇത്ര നേരം പറഞ്ഞത് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ആർക്കേലും പറയാൻ പറ്റുമോ? തന്നെ ഇലക്ട്രോനെഗറ്റീവായ എലമെന്റ് എന്നൊന്നും പറയണ്ട. SO4 അങ്ങനെ പറയും. വേഗം ഇലക്ട്രോൺ കൊടുക്കുന്നത് സിങ്ക് ആയതുകൊണ്ട്, അതായത് ചെമ്പിനെ അപേക്ഷിച്ച് വേഗം ഇലക്ട്രോൺ കൊടുക്കുന്നത് സിങ്ക് ആയതുകൊണ്ട് SO4 സിങ്കിനെ എടുത്തു, സിങ്കിനെ സമീപിച്ചു. എന്നാൽ രണ്ടാമത്തെ പാത്രത്തിൽ അങ്ങനെയല്ല. AGനേക്കാൾ ഭേദം ആര് തന്നെയാ? Cu തന്നെയാണ്. അതുകൊണ്ട് SO4
കോപ്പറിനെ ഉപേക്ഷിച്ചില്ല, അല്ലെങ്കിൽ കോപ്പറിനെ തന്നെ പിടിച്ചു വെച്ചു. ശരിയല്ലേ? നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പറയണത്. ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പടപട എന്ന് പറഞ്ഞിട്ടാണ് പറയും. ഈ പറഞ്ഞ ആശയം എല്ലാവർക്കും മനസ്സിലായോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. മനസ്സിലാവാത്തവരുണ്ടാവും. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാം. ഒന്നുകൂടി പറഞ്ഞു തന്നാ. ടെക്നിക്കലായിട്ടുള്ള ടേംസ് ഒന്നും ഉപയോഗിക്കല്ലേ, സാധാരണ ഭാഷയിൽ പറയും. ആ ആ എടുത്തില്ല. വെരി ഗുഡ്. ഞാൻ ആർക്കാ വേറൊന്നും പറയാൻ പറ്റുക? അനയിലൊന്ന് പറഞ്ഞു നോക്കിയേ, എന്താണ് ഇവിടെ സംഭവിച്ചത്? സിംഗാണി മുക്കിയപ്പോൾ ചെമ്പാണിയായി, എന്നാൽ വെള്ളിയാണി മുക്കിയപ്പോൾ അത് ഒന്നും ആയില്ല, അത് വെള്ളിയാണി തന്നെ. എന്തുകൊണ്ട്? എന്റെ അമ്മേ, സർഫേസ് ഏരിയ. ഇതെവിടുന്ന്? ഇതെന്താ സാധനം? എന്ത് സാധനം? ഇതാ ഇത്ര നേരം ഞാൻ പറഞ്ഞത് കേട്ട ആളാണ് ഇപ്പൊ ഈ പറയണത്. അളവ് എന്തിന്റെ അളവ്? ഞാൻ ഇത്ര നേരം പറഞ്ഞൊക്കെ വെറുതെ ആയല്ലോ ദൈവം. ഒരാള് കേൾക്കണില്ല കേട്ടാ. നിങ്ങൾ ഇത് കേട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഈ ചോദ്യം ചോദിക്കണത്. ഞാൻ വെറുതെ എടുത്തു പോയാൽ മതിയാ? ആൽവിൻ CL ഒന്ന് പറഞ്ഞേ. ആൽവിൻ ഒന്ന് പറയൂ മാഷേ, വേഗം പറയൂ. വെരി ഗുഡ്. അങ്ങനെ പറയണം. അങ്ങനെ കഥയായിട്ട് പറയും. ഒരു സിനിമാ കഥ പോലെ പറയും. അതന്നെ, വെരി ഗുഡ്. അതന്നെ, എത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനി വേറെ ആരാ അതൊന്ന് പറയാൻ പറ്റുക? ഗോപിക ഗോപി ഒന്ന് പറഞ്ഞു നോക്കിയേ. പറയൂ മോളെ. അതായത് ഇവിടെ SO4 ആണ് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അത് കാര്യം ഉറപ്പല്ലേ? പക്ഷെ SO4 തരുന്ന ആളെ പരിശോധിക്കുക. തരുന്ന ആളെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ CU ആണ് ഒപ്പുള്ളതേ. CUവിന് പകരം വരുന്ന ആൾക്കാരെ SO4 പരിശോധിക്കുകയാണ്. CUവിന് പകരം വരുന്ന ആൾക്കാരെ SO4 പരിശോധിക്കുന്ന എന്തുട്ടാ? അവര് CUവിനേക്കാൾ വേഗത്തിൽ തരുന്നവരാണോ പതുക്കെ തരുന്നവരാണോ എന്നാണ് പരിശോധിക്കുന്നത്. വേഗത്തിൽ തരുന്നവരാണെങ്കിൽ SO4 അവരെ മേടിക്കും, അവരെ സമീപിക്കും. ഇനി അതല്ല, അവർ പതുക്കെ തരുന്നവരാണെങ്കിൽ അവരോട് വേണ്ട എന്ന് പറയും. ആരെ തന്നെ എടുക്കും? CUവിനെ തന്നെ. അതാണല്ലോ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അല്ലേ? ശരിയല്ലേ? ഓക്കെ. ഇനി ആരോടെങ്കിലും പറയിക്കണ? തൽക്കാലം ഇവിടെ നിൽക്കട്ടെട്ടാ. ആദിഷ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ആദിഷെ, എന്താ സംഭവിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. പറയൂ, വേഗം പറയൂ. എന്തിയെ ഉണ്ടാത്ത്? പറഞ്ഞോ. പറഞ്ഞോ. SO4 ഇലക്ട്രോൺ വേണം. അതാരുടെ കയ്യിൽ നിന്നായാലും SO4 മേടിക്കും. വേഗത്തിൽ തരുന്നത് ആരാണോ അവരെയാണ് SO4 ഇഷ്ടം. അപ്പൊ ആദ്യത്തെ ചിത്രത്തിൽ എന്ത് മനസ്സിലായി?
CU ആണോ ZN ആണോ വേഗത്തിൽ തരുന്ന ആള്, വില കുറവിൽ തരുന്ന ആള്? ആദിഷേ പറയടാ. ZN ആണ്. രണ്ടാമത്തേലോ? രണ്ടാമത്തേലോ AG ആണോ CU ആണോ വേഗത്തിൽ തരുന്ന ആള്? ആരാ? AG. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ ഇടുമ്പോൾ ഒന്നുകൂടി കാണണം ട്ടാ, ഒന്നുകൂടി കാണണം ട്ടാ, കണ്ടോളൂട്ടാ. നോക്ക AG. അപ്പോ ശ്രദ്ധിക്കൂ. അപ്പൊ ആദ്യത്തേതില് ZN ആണ്, രണ്ടാമത്തേതില് AG ആണ്. സോറി AG ആണ്. പക്ഷെ ZN CUന് പകരം SO4ന്റെ കൂടെ നിന്നു. അപ്പോ CU ZNമിലേക്ക് കയറി. അതാണ് ഇവിടെ സംഭവിച്ചത്. CU ZNമിലേക്ക് കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ZN SO4ന്റെ കൂടെ ചേരുമ്പോൾ ZNന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ ആര് മേടിക്കും? SO4 മേടിക്കും. അപ്പോ SO4 നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്ന ഇലക്ട്രോൺ ആരുടെ കയ്യിൽ നിന്നായിരുന്നു? ആദ്യത്തെ കേസില് SO4 ഇലക്ട്രോൺ മേടിച്ചത് CUന്റെ കയ്യിൽ നിന്നാണ്. ആ ഇലക്ട്രോൺ CUന് തന്നെ ആർക്ക് കൊടുക്കും? ആര് കൊടുക്കും? SO4 കൊടുക്കും. എന്നിട്ട് പകരം ആരുടെ കയ്യിൽ നിന്ന് മേടിക്കും? സിങ്കിന്റെ കയ്യിൽ. ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ, സിങ്കിന്റെ കയ്യിൽ നിന്ന് CU എന്ത് മേടിക്കും? ഇലക്ട്രോൺ മേടിക്കും. എന്നിട്ട് സിങ്ക് ആരുടെ കൂടെ കയറും? ഇവിടെ നടക്കുന്ന പ്രവർത്തനം മനസ്സിലായില്ലേ? എന്താ? സിങ്കിന്റെ കയ്യിൽ നിന്നും ഇലക്ട്രോൺ ആര് മേടിക്കുന്നു? CU മേടിക്കുന്നു അല്ലെ? സിങ്കിന്റെ കയ്യിൽ നിന്നും ഇലക്ട്രോൺ ആര് മേടിക്കുന്നു? CU മേടിക്കുന്നു. കണ്ടാ? എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ സിങ്കിന്റെ കയ്യിൽ നിന്ന് CU ഇലക്ട്രോൺ മേടിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് എഴുതാം ഷോർട്ട് ആക്കിയിട്ട്. ZN plus CU 2+ gives ZN 2+ plus CU. എന്താ ഇതിന്റെ അർത്ഥം? ZN എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടാത്ത സിങ്ക്. ZN 2+ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അപ്പോ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്. ഇനി ഇവിടെ നോക്കൂ, CU 2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട CU. ഇവിടെയോ 2 കിട്ടിയത് എന്നല്ല, ഇലക്ട്രോണുകൾ പോയിട്ടില്ല, കറക്റ്റ് ആയിപ്പോ ആദ്യത്തെ പോലെ. അതായത് ഇത് ചാർജ് ഉള്ളത്, ഇത് ചാർജ് ഇല്ലാത്തത്, ഇത് ചാർജ് ഇല്ലാത്തത്, ഇത് ചാർജ് ഉള്ളത് എന്ന് വെച്ചാൽ ഇതിന്റെ കയ്യിൽ നിന്ന് 2 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? CUന് കൊടുത്തു. ശരിയല്ലേ? സിങ്കിന്റെ കയ്യിൽ നിന്ന് 2 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? CUന് കൊടുത്തു. അപ്പൊ സിങ്കിന്റെ കയ്യിൽ നിന്ന് 2 ഇലക്ട്രോൺ CUന് കൊടുത്തു. അങ്ങനെ CU സിങ്കിന്റെ സ്ഥാനത്തേക്ക് പോയി. അപ്പോ സിങ്ക് ആരുടെ സ്ഥാനത്തേക്ക് വന്നു? CUന്റെ സ്ഥാനത്തേക്ക് വന്നു. അങ്ങനെ സിങ്കിന്റെ സ്ഥാനത്തേക്ക് CU പോയപ്പോഴാണ് ഈ ആണിയുടെ മീതെ എന്ത് നിറം വന്നത്? ചെമ്പ് നിറം വന്നത്. അതായത് കോപ്പർ എന്ന് പറയുന്ന ആറ്റം അതുമ്മ പറ്റിപ്പിടിച്ചു. കോപ്പർ എന്ന് പറയുന്ന ആറ്റം, കോപ്പർ ആറ്റം പറ്റിപ്പിടിക്കുമ്പോഴാണ് അത് എന്ത് നിറമായിട്ട് മാറുന്നത്? ചെമ്പ് നിറമായിട്ട് മാറും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് നടന്നു? ഇപ്പോ എന്ത് നടന്നു? ഞാനിപ്പോ എഴുതിയതില് എന്ത് നടന്നു? സിങ്ക് ഇലക്ട്രോണിനെ ആർക്ക് കൊടുത്തു? CUന് കൊടുത്തു. CU ഇലക്ട്രോണിനെ ആരിൽ നിന്ന് വാങ്ങി? ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇലക്ട്രോൺ കൊടുത്തതാര്? ഇലക്ട്രോൺ വാങ്ങിയതാര്? CU. ഇലക്ട്രോൺ കൊടുത്തതാര്? സിങ്ക്. ഇലക്ട്രോൺ വാങ്ങിയതോ? അല്ലേ? സിങ്ക്. ഇലക്ട്രോൺ കൊടുത്തതാര്? ഇലക്ട്രോൺ കൊടുക്കുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ.
അപ്പൊ സിങ്കിൽ നടന്ന പ്രവർത്തനം ഓക്സിഡേഷൻ. ഇലക്ട്രോൺ വാങ്ങിയത് ആര്? കോപ്പർ. അപ്പോ കോപ്പറിൽ നടന്ന പ്രവർത്തനം റിഡക്ഷൻ. ഇതാണ് നമ്മൾ 8ലും 9ലൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു. ആ കാര്യം നമ്മളിപ്പോ ഇവിടെ വേറൊരു തരത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇലക്ട്രോണിനെ കൊടുത്ത് ആറ്റം അയോണായി മാറി. കണ്ട, സിങ്ക് Zn എന്ന് പറഞ്ഞ Zn2+ ആയി. അതായത് Zn എന്ന് പറഞ്ഞാൽ ആറ്റം, Zn2+ എന്ന് പറഞ്ഞാൽ അയോൺ. Zn എന്ന് പറഞ്ഞാൽ ആറ്റം, Zn2+ എന്ന് പറഞ്ഞാൽ എന്താ? അയോൺ. Zn എന്ന് പറഞ്ഞാൽ ആറ്റം, ചാർജ് ഇല്ലാത്തത്. Zn2+ എന്ന് പറഞ്ഞ ചാർജ് ഉള്ളത്, അത് അയോൺ. നോക്കുക, കോപ്പർ എന്താ? അയോൺ. അത് കണ്ട, ചാർജ് ഉള്ളത്. അതെന്തായി? ചാർജ് ഇല്ലാത്തതായി. ഓക്കെ ഓക്കെ, പറഞ്ഞു മനസ്സിലായ? അതായത് ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് പറയാം. ഒന്നുകൂടി ക്ലിയർ ആക്കട്ടെ. Zn എന്ത് കൊടുത്തു? രണ്ട് ഇലക്ട്രോണിനെ. അതായത് Zn എന്ത് സംഭവിച്ചു? Zn എന്ന് പറയുന്നത് Zn2+ + 2e - i. 2 ഇലക്ട്രോൺ പോയി. കേട്ടാ, Zn എന്ന് പറയുന്നത് ഇത് സംഭവിച്ച മാറ്റം. Zn gives. Zn എന്തായി മാറി? Zn2+. കണ്ടാ, 2 എണ്ണം പോയി. കണ്ട, 2 ഇലക്ട്രോൺ പോകുന്നതാണ് ഞാൻ എഴുതിയത്. ഇനിയോ Cu2+, അതിന് സംഭവിച്ച മാറ്റം, അത് Cu2+ + 2e - അങ്ങനെ അതെന്തായി മാറി? Cu ആയി മാറി. ഇത് രണ്ടും ഒരുമിച്ച് എഴുതിയതാണ് ഈ എഴുതിയത്. കണ്ടാ കണ്ടാ ഓക്കെ, പറഞ്ഞു മനസ്സിലായി? സംശയമില്ലല്ലോ. അപ്പോ ഇവിടെ നമ്മൾ എടുത്ത ലിക്വിഡ് ഏതാ? ലായനി ഏതാ? അതിലേക്ക് മുക്കിയ സാധനം എന്താ? സിങ്ക്. പിന്നെ മുക്കിയത് ഏതാ? സിൽവർ. നോക്കുക, സിങ്ക് എന്ന് പറയുന്നത് ഒരു മെറ്റലാണ് അല്ലെ? Ag അഥവാ സിൽവർ എന്ന് പറയുന്നതും ഒരു മെറ്റലാണ് അല്ലെ? ഇനി SO4ന്റെ ഒപ്പം ഉണ്ടായിരുന്ന Cu എന്ന് പറയുന്നതും ഒരു മെറ്റലാണ് അല്ലെ? എന്ത് നിങ്ങൾക്കൊരു ഉഷാറില്ലാത്തത് അല്ലേ? എന്താണ് മെറ്റലിന്റെ പ്രത്യേകത? എപ്പോഴാണ് ഒരു മൂലകത്തിനെ നമ്മൾ മെറ്റൽസ് എന്ന് വിളിക്കുന്നത്? അതായത് മെറ്റൽസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പീരിയോഡിക് ടേബിളിന്റെ ഇടത്തെ ഭാഗത്താണ് കാണപ്പെടുക അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇത് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. എപ്പോഴും എന്താ കേട്ടില്ല? ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്ന മൂലകങ്ങൾ സ്വതവേ മെറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. മെറ്റൽസ്, ലോഹങ്ങൾ. അതായത് ഇലക്ട്രോപോസിറ്റീവ് മൂലകങ്ങൾ, അതന്നെ. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞത് അല്ലേ? അതുപോലെ അയണൈസേഷൻ എനർജി കുറഞ്ഞത് അല്ലേ? അതാണ് മെറ്റൽസിന്റെ പ്രത്യേകത. അപ്പോ മെറ്റൽസ് ആണ് ഇവിടെ ഇലക്ട്രോൺ കൊടുക്കുന്നത് നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മൾ പറഞ്ഞ Zn എന്ന് പറയുന്ന മെറ്റലും ഇപ്പൊ ഈ വരച്ചതില്, ഞാൻ ഈ വരച്ചതില് എത്ര മെറ്റൽസ് ഉണ്ട് ഒന്ന് പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇനി നിങ്ങൾ അതൊന്ന് പറയും. കോപ്പർ. അപ്പൊ എത്ര മെറ്റലായി? 3 മെറ്റൽസ് ആയി. ഈ എല്ലാ മെറ്റൽസും ഒരുപോലെയാണോ? അല്ല. എന്താണ് വ്യത്യാസം? വ്യത്യാസം. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ പോയിന്റിലേക്ക് എത്തിയിട്ടാ. എന്താ വ്യത്യാസം? ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്ന സ്പീഡിൽ എന്തുണ്ടെന്നാ പറയണത്? വ്യത്യാസമുണ്ട്. ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്ന സ്പീഡില് വ്യത്യാസമുണ്ട് മെറ്റൽസിന്. ഓക്കെ, ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്ന സ്പീഡിൽ വ്യത്യാസമുണ്ട്. ആർക്ക്? ഇലക്ട്രോൺസിന്. ഓക്കെ, അപ്പോ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്ന സ്പീഡിന് വ്യത്യാസം ഉള്ള ആ മെറ്റൽസിനെ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്ന സ്പീഡിന്റെ അടിസ്ഥാനത്തിൽ ഇതാ നിങ്ങളുടെ പുസ്തകത്തിൽ 50ാമത്തെ പേജിൽ ഇതാ കാട്ടിയിരിക്കുന്നു. ആ പുസ്തകം വേണമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിക്കോളൂ. കണ്ടാ? നിങ്ങളത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക.
കേട്ടാ 50-ാമത്തെ പേജിൽ അത് എഴുതിയിരിക്കുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സ്പീഡിന്റെ അടിസ്ഥാനത്തിൽ. കണ്ടാ ഏറ്റവും മുകളിൽ ആരാ? പൊട്ടാസ്യം. അതിന്റെ താഴെയോ? അതിന്റെ താഴെയോ? അതിന്റെ താഴെയോ? അതിന്റെ താഴെയോ? അതിന്റെ താഴെ? അതിന്റെ താഴെ? അതിന്റെ താഴെ? അതിന്റെ താഴെ? അതിന്റെ താഴെ? അതിന്റെ താഴെ? ഹൈഡ്രജൻ മെറ്റലാണോ? തൽക്കാലം പോട്ടെ, നമുക്ക് പിന്നെ ആലോചിക്കാം. അതിന്റെ താഴെ പറയും. അതിന്റെ താഴെ? അതിന്റെ താഴെ പറയാം. ഒരു മിനിറ്റ്, ഞാൻ പെട്ടെന്ന് അറിയാതെ ചോദിച്ചു പോയില്ല. അതിന്റെ താഴെ. അപ്പോ ഇതിന് ഏറ്റവും വേഗത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് ആരായിരിക്കും എന്ന് ഊഹിച്ചു പറയാൻ പറ്റും നിങ്ങൾക്ക്? എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? ഏറ്റവും മുകളിലുള്ളതാണോ ഏറ്റവും വേഗത്തിലുള്ളത്? ആരാ പറഞ്ഞു നിങ്ങളോടത്? ഏറ്റവും മുകളിലുള്ളതാണോ ഏറ്റവും വേഗത്തിൽ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടാ, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? എന്താ മിണ്ടാണ്ട് പറയൂ വേഗം. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണില്ല ചേട്ടാ. നിങ്ങൾ കുറച്ചൊന്ന് വക്രബുദ്ധി ഒന്ന് പ്രവർത്തിപ്പിക്കും. നിങ്ങള് തലമണ്ട അങ്ങനെ പുകയട്ട കിടന്നിട്ട് എങ്ങനെ ഏറ്റവും മുകളിലുള്ളതാണ് ശരി. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കിയത് പറയട്ടെ. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തില് കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇതിൽ ഏറ്റവും വേഗത്തിൽ കൊടുക്കുന്ന ആളാരായിരുന്നു? സിങ്ക്. പിന്നെ വേഗത്തിൽ കൊടുത്ത ആളാരായിരുന്നു? സിൽവർ. അപ്പൊ അതിന്റെ ഓർഡർ ഒന്ന് നോക്കിയേ. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾ കാണാതെ പഠിക്കല മക്കളെ. നിങ്ങൾ അത് ശ്രദ്ധിക്കൂ. കാണാതെ പഠിക്കേണ്ടത് മാത്രം കാണാതെ പഠിച്ചാൽ മതി. എല്ലാവരും കാണാതെ പഠിച്ചാൽ ഒന്നും കിട്ടില്ല കേട്ടാ. അപ്പോ ഇതില് ശ്രദ്ധിക്കുക. അങ്ങനെ നോക്കിയാൽ, അങ്ങനെ നമ്മൾ പഠിച്ചത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതില് ഏറ്റവും വേഗം കൂടിയത് ആരായിരിക്കണം? പൊട്ടാസ്യം. കാരണം ഏറ്റവും മുകളിലുള്ള അതാണ്. പിന്നെ ഏതാ? സോഡിയം. പിന്നെയോ അല്ലേ? അപ്പൊ ഇതിൽ ഈ പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, വെറുതെ വായുവിൽ തുറക്കാൻ പോലും പറ്റാത്ത സാധനം അല്ലേ? തുറന്നു വെച്ചാൽ അപ്പൊ പുകഞ്ഞു പോവും. അങ്ങനെ നമ്മൾ പറയാ. മണ്ണെണ്ണയിലല്ലേ ഇട്ട് വെക്കത് അല്ലേ? സ്കൂളില് ടീച്ചർ ചെയ്യാറില്ലേ? സോഡിയം, പൊട്ടാസ്യം, സോഡിയം ഇതൊക്കെ വെള്ളത്തിലിട്ട് ഓടിക്കളിക്കണത് കണ്ടിട്ടില്ലേ? ഇല്ലേ? അത്രയും തീവ്രമായി അല്ലേ? അതാണ് ആ തീവ്രമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ ഇലക്ട്രോണുകളെ ചടപടാന്ന് പറഞ്ഞു ചോദിക്കാതെ തന്നെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ് പൊട്ടാസ്യവും സോഡിയവും ഒക്കെ. വെറുതെ തുറന്നു വെച്ചാൽ അപ്പ വിട്ടുകൊടുക്കുന്ന പറയണത്. വായുവിലേക്ക് വിട്ടുകൊടുക്കും, വെള്ളത്തിലേക്ക് വിട്ടുകൊടുക്കും. അതായത് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള പ്രവണത കൂടുതലാണ്. കേൾക്കണ്ട? അപ്പൊ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള പ്രവണത ഇവിടെ ആരുടെ കാര്യം പറയണത്? നമ്മൾ മെറ്റൽസിന്റെ കാര്യം പറയണത്. മെറ്റൽസിന് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള പ്രവണത കൂടുതലായത് കൊണ്ട് നമ്മൾ പറയും റിയാക്ടിവിറ്റി കൂടുതലാണെന്ന് പറയും. എന്താ പറയാ നമ്മള്? റിയാക്ടിവിറ്റി. മെറ്റൽസിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേട്ടാ. റിയാക്ടിവിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നതിനുള്ള പ്രവണത കൂടിയാലും റിയാക്ടിവിറ്റി തന്നെയാണെന്നാ പറയാ. വാങ്ങാനുള്ള ശേഷി കൂടിയാലും റിയാക്ടിവിറ്റി കൂടുതൽ എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ പറയണത് ആരുടെ കാര്യം മാത്ര? ആരുടെ കാര്യ? മെറ്റൽസിന്റെ കാര്യം മാത്രമാണ്. അപ്പൊ മെറ്റൽസ് സാധാരണ ഇപ്പൊ എന്താ ചെയ്യാ? വിട്ടുകൊടുക്കാൻ മാത്രമേ ചെയ്യുള്ളൂ, വാങ്ങില്ല അവര്. കേൾക്കണ്ട? അപ്പൊ ആ വിട്ടുകൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്? ആർക്കാ? പറയൂ. പൊട്ടാസ്യം. സെക്കൻഡ്, തേർഡ് പറയും. 10 മണിയാ പറയും. പിന്നെ ഫോർത്ത്,
പിന്നെ 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 അപ്പോ ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ മൂലകം എന്ന് പറയുന്ന മൂലകം ലോഹമാണോ, മെറ്റലാണോ? പിന്നെ എങ്ങനെ ഈ ഹൈഡ്രജൻ ഇവിടെ വന്ന്? അപ്പൊ എന്തായിരിക്കും ഹൈഡ്രജൻ വരാൻ കാരണം? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഞാൻ പറയാട്ടാ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു സ്കെയില്. ഇപ്പൊ നമ്മളൊരു സ്കെയിലില് അളക്കുമ്പോൾ നമുക്ക് പറയില്ലേ, ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യും. 0, അല്ലെങ്കിൽ അതുപോലെ ഒരു സ്റ്റാൻഡേർഡിനെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അളവ് മാത്രമാണ് ഹൈഡ്രജൻ. അതായത് ഹൈഡ്രജനുമായിട്ടാണ് ഇവിടെ താരതമ്യം ചെയ്യണത്. കണ്ട, അതായത് നമ്മൾ പറയും ഹൈഡ്രജന്റെ മുകളിലുള്ളതൊക്കെ ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയതും താഴെയുള്ളതൊക്കെയോ കുറവും. അങ്ങനെയാണ്, മനസ്സിലായ? അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്കെയിലിന് വേണ്ടി അവിടെ കൊടുത്തിരിക്കുക, ആപേക്ഷികമായിട്ട് അളക്കാൻ. ഹൈഡ്രജനുമായി താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ റിയാക്ടിവിറ്റി ചില മെറ്റൽസിനെ കുറിച്ച് നമ്മൾ പറയാം. ഹൈഡ്രജനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നാണ് നമ്മൾ നോക്കുക. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളോട് പറയാണ് എക്സ് എന്ന് പറയുന്ന മൂലകം, അതിന് ഹൈഡ്രജനേക്കാൾ, അത് ഹൈഡ്രജന്റെ മുകളിലാണ്. വൈ എന്ന് പറയുന്ന ഒരു മൂലകം, അത് ഹൈഡ്രജന്റെ താഴെയാണ്. നിങ്ങളോട് ചോദിക്കുകയാണ്, ആർക്കാണ് ഇവിടെ റിയാക്ടിവിറ്റി കൂടുതൽ? ആർക്കാ? എക്സിന്. അതാണ്. റിയാക്ടിവിറ്റി കുറവാർക്കാ? വൈ. ഓക്കെ, ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ? ഇപ്പൊ നമ്മള് റിയാക്ടിവിറ്റി നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു മൂലകം, അതായത് Zn എന്ന് പറയുന്ന മെറ്റൽ, Ag എന്ന് പറയുന്ന മെറ്റൽ, CuSO4 എന്ന് പറയുന്ന ലായനിയിൽ നമ്മൾ എന്ത് ചെയ്തു? മുക്കി. ശരിയല്ലേ? എന്നാ ഞാൻ പറയാം, എന്തൊരു ഡിസ്റ്റർബൻസ് വരുന്നല്ലോ. ഇതിൽ നോക്കൂട്ടാ, ഇതിൽ നോക്കൂ, ഞാൻ പറയണത് ശ്രദ്ധിക്കൂട്ടാ. അത് ആ വോയിസ് ആരുടെയോ വരുന്നുണ്ടോ? ഒന്ന് ഓഫ് ചെയ്തേ. ലീമ, അതെ. എന്താ ലീമ? ആരാ ലീമ? ഫോൺ അവിടെ വെച്ച് പോയാർക്ക് തോന്നുന്നുണ്ട്. ലീമ ഡേവിസ്. ലീമ ഡേവിസ്. ലീമ ഡേവിസ്, ഫോൺ ഓഫ് ചെയ്തിട്ട് പോ. ഓക്കെ, ഞാൻ ഓഫ് ചെയ്തു. നോക്കാം, നല്ലത്. അത് ഫോൺ വെറുതെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെ വെറുതെ ഇരിക്കുക, അങ്ങോട്ട് കൂടെ നടക്കണ്ടാവും. വെറുതെ ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. നോക്ക്, ഞാനിതിപ്പോ വെറുതെ വായിച്ചു പോയാൽ മതിയായിരുന്നു. നമ്മളൊരു കാര്യം പറയണത് എന്താ വെച്ചാൽ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. നോക്ക്, ഇങ്ങനെയും ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ പറയണത്. നോക്കൂ, ഞാൻ പറയുന്നതിലേക്ക് വരിക കേട്ടാ, ശ്രദ്ധിച്ചു വരിക. ഇത് ഇവിടേക്ക് ശ്രദ്ധിക്കാൻ. അതായത് ഇവിടെ റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റൽ, റിയാക്ടിവിറ്റി കുറഞ്ഞ, അതായത് ഇവിടെ നോക്കൂ, സിങ്ക് എന്ന് പറയുന്നത് കേട്ടാ. സിങ്ക് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. സിങ്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന്റെ ലായനിയിൽ മുക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ, അതായത് Cu എന്തുമ്പോ പറ്റി പിടിച്ചു? സിങ്കുമ്മേ പറ്റി പിടിച്ചു അല്ലേ? നേരെ ഇനി Ag അപ്പൊ എങ്ങനെ പറയും? റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ. പറയും. CuSO4 എന്ന് പറയുന്ന റിയാക്ടിവിറ്റി കൂടിയ എന്താണ് ലായനിയിൽ അതിൽ മുക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, അപ്പോ ഒന്നുകൂടി പറയാ, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതിൽ മുക്കി?
റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന്റെ ലൈൻ, അങ്ങനെ പറയും. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന്റെ ലൈൻ. അതിന് മുക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റല് പറ്റിപ്പിടിച്ചു. അതാണ് അതിന്റെ പോയിന്റ്. കൂടിയ മെറ്റലിൽ പറ്റിപ്പിടിച്ചു എന്ന് വെച്ചാൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന്റെ സ്ഥാനത്തേക്ക് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലും, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന്റെ സ്ഥാനത്തേക്ക് കൂടിയ മെറ്റലും എന്ത് ചെയ്തു? മാറി. അതന്നെ അല്ലേ? മനസ്സിലായ എന്താ അവിടെ നടന്നത്? റിയാക്ടിവിറ്റി കൂടിയതിന്റെ സ്ഥാനത്തേക്ക് കുറഞ്ഞതും, കുറഞ്ഞതിന്റെ സ്ഥാനത്തേക്ക് കൂടിയതും വന്നു. സിങ്കിന്റെ സ്ഥാനത്തേക്ക് കോപ്പറും, കോപ്പറിന്റെ സ്ഥാനത്തേക്ക് ആദേശം എന്നാണ് നമ്മൾ ഇതിനെ പറയാം. എന്തേനെ പറയുന്ന പേര്? ആവേശല്ല, ആദേശം. എന്തേനെ പറയുന്ന പേര്? ആദേശം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്തേനെ പറയുന്ന പേര്? ഡിസ്പ്ലേസ്മെന്റ്. കേൾക്കണ്ട? എന്തേനെ പറയുന്ന പേര്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഈ റിയാക്ടിവിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ടിവിറ്റി. അപ്പോ നോക്ക, 10:58 ഈ വാചകം ഒന്ന് വായിച്ച കാണാണ്ട് അവിടെ ഞാൻ അവതരിപ്പിച്ചത്. അപ്പൊ അതൊന്ന് നോക്കൂ, അതൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാം. നോക്കൂ, മെറ്റൽസ് ഹാവിംഗ് ഹൈ റിയാക്ടിവിറ്റി. മലയാളികൾ ശ്രദ്ധിക്കേട്ടാ. മെറ്റൽ ഹാവിംഗ് ഹൈ റിയാക്ടിവിറ്റി displace the metal having less reactivity from their salt solution. Such chemical reaction are known as displacement reaction. അത്തരം റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മെറ്റൽസ് വിത്ത് ഹയർ റിയാക്ടിവിറ്റി ഗെറ്റ് ഓക്സിഡൈസ്. അത് വേണ്ട, ആ ഭാഗം വേണ്ട, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു. ഇതുവരെ പഠിക്കുമോ നിങ്ങൾ ഈ വരി? ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കിതൊന്ന് പൊരിക്കാണ്ട് കേട്ടാ, ഒന്ന് പൊലിപ്പിച്ചെടുക്കാണ്ട്, വറുത്ത് പൊരിച്ചെടുക്കാണ്ട് കേട്ടാ. ഈ ഭാഗം മാത്രം കേട്ടാ. ഞാൻ ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഓക്സിഡേഷനും റിഡക്ഷനും പറഞ്ഞു, നമുക്ക് അതൊന്നും കൂടി ഒന്ന് ശരിയാക്കാണ്ട് കേട്ടാ. അപ്പൊ ഇന്ന് പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ? ഇന്ന് ഞാനിപ്പോ ഈ പറഞ്ഞ പ്രവർത്തനം ഇതാ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കണ്ടാ. CuSO4 ലായനി ഇതൊക്കെ നമുക്ക് ഒന്നും കൂടി അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഫൈൻ ചെയ്തെടുക്കാണ്ട് കേട്ടാ. അപ്പൊ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുക, ഇത് നിങ്ങൾ പഠിക്കുക കേട്ടാ. ഓക്കെ, അപ്പൊ ഗുഡ് ബൈ. ഒരു മിനിറ്റ് എനിക്ക് നേരം വൈകി വന്ന ആൾക്കാർ പോകരുത് കേട്ടാ. ഞാൻ നേരം വൈകി വന്ന ആൾക്കാരെ ഞാൻ വിളിക്കാം, എന്നിട്ട് അതിന് ശേഷം പോയാൽ മതി. അപ്പൊ നീ നിക്ക്, ഞാൻ വിളിക്കാം.